കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ഈസ്റ്റർ ആശംസകൾ. ഉയർപ്പ് പെരുന്നാളിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം കൃപ ചെയ്തതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പ്, മരണത്തിന്മേലുള്ള വിജയം എന്നതാണ് ഈസ്റ്റർ ദിനത്തിൽ സഭയായി ചിന്തിക്കുന്ന വിഷയം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ജീസസ് ഈസ് റിസൺ എന്നതാണ് ഈസ്റ്ററിൻ്റെ എക്കാലത്തെയും സന്ദേശം. യേശുവിൻ്റെ ഉത്ഥാനം മരണത്തിന്മേലുള്ള വിജയവും ദൈവിക ശക്തിയുടെ വെളിപ്പെടുത്തലുമാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും ആധ്യാത്മികതയുടെയും അടിസ്ഥാന ശിലയുമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം ആരംഭിക്കുന്നത് മഗ്ദലക്കാരത്തി മറിയയും കൂട്ടരും ആഴ്ചവട്ടത്തിൻ്റെ ആദ്യ ദിനം കല്ലറയ്ക്കൽ എത്തുന്ന സംഭവത്തോടെയാണ്. അവർ പ്രതീക്ഷയോടെ പോയതല്ല, ദുഃഖത്തോടും ഭയത്തോടും കൂടിയാണ് പോകുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിന്മേൽ ആചാരപ്രകാരമുള്ള കർമ്മങ്ങളുടെ പൂർത്തീകരണമായിരുന്നു അവരുടെ യാത്രയുടെ ഉദ്ദേശ്യം. എന്നാൽ ഉരുട്ടി മാറ്റിയ കല്ലും ഒഴിഞ്ഞ കല്ലറയും അവരെ ആശ്ചര്യഭരിതരാക്കി. അടഞ്ഞ കല്ലറയ്ക്ക് മുന്നിൽ ചില കർമ്മങ്ങൾ പൂർത്തീകരിച്ച കഥയല്ല ഈസ്റ്റർ, മറിച്ച് തുറന്ന കല്ലറയിൽ നിന്ന് തുടങ്ങുന്ന പുതിയ ജീവിതത്തിൻ്റെ കഥയാണ്. അവർ തിരിച്ചു വന്നത് ഭയത്തിൻ്റെ കഥയുമായി അല്ല, മറിച്ച് വിജയത്തിൻ്റെ സുവിശേഷവുമായാണ്. ജെർഗൻ മോൾട്ട്മാൻ എന്ന ദൈവശാസ്ത്രജ്ഞൻ ഇപ്രകാരം പറയുന്നു: The resurrection is God's yes to life in a world that often says no. ഇല്ല എന്ന ലോകം പറയുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ ഉവ്വ് ആണ് ഉത്ഥാനം. പരാജയവും മരണവും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ്. അതിൽ നിന്ന് ആർക്കും എക്കാലവും ഒഴിഞ്ഞു മാറാനാകില്ല. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന സത്യം ഇതാണ്: മരണം ജീവിതത്തിൻ്റെ അന്ത്യമല്ല, മറിച്ച് പുതിയ ഒരു ജീവിതക്രമത്തിലേക്കുള്ള കവാടമാണ്. മരണം ഒരിക്കലും ദൈവത്തിൻ്റെ അവസാന വാക്കല്ല, അതിജീവനവും ഉയർത്തെഴുന്നേൽപ്പുമാണ് ദൈവിക വാഗ്ദാനം. അതുകൊണ്ട് മരണം പ്രത്യാശയെ നശിപ്പിക്കുന്ന ശക്തിയല്ല. ക്രിസ്തുവിൽ മരണം പരാജയപ്പെടുകയും ജീവൻ വിജയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വിശ്വാസിക്ക് മരണം അവസാനമല്ല, പുതിയ തുടക്കമാണ്. യേശുവിൻ്റെ ഉയർപ്പ് നമുക്ക് നൽകുന്ന 3 പ്രതീക്ഷകളാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. 1, ദൈവം മുന്നോടിയായി പ്രവർത്തിക്കുന്നു. ഗോഡ് ഗോസ് അഹെഡ് ഓഫ് us. സ്ത്രീകൾ കല്ലറയിലേക്ക് പോകുമ്പോൾ അവരുടെ വലിയ ആശങ്ക കല്ലറവാതിക്കലുള്ള കല്ല് ആര് ഉരുട്ടി മാറ്റും, മാർക്ക് 16:3 എന്നതായിരുന്നു. ഇത് ഉത്ഥാന രാവിലെ സ്ത്രീകളുടെ മാത്രം ചോദ്യമല്ല, ഈ കാലഘട്ടത്തിൻ്റെ തന്നെ ചോദ്യമാണ്. എന്നാൽ അവർ കല്ലറക്കലെത്തുമ്പോൾ കല്ല് അതിനെ ഉരുട്ടി മാറ്റിയിരിക്കുന്നു, മാർക്ക് 16:4. ഇതൊരു വലിയ സത്യമാണ്. നമ്മൾ പലപ്പോഴും ഭയപ്പെടുന്ന പ്രശ്നങ്ങളിൽ ദൈവത്തിന് ഒരു ഉത്തരമുണ്ട്. സദാ കർമ്മനിരതനായ ഒരു ദൈവമാണ് ഉത്ഥാനത്തിൻ്റെ ദൈവം. നമ്മൾ ആശങ്കപ്പെടുമ്പോൾ ദൈവം അവ മുന്നമേ അറിയുകയും തൻ്റെ മക്കളുടെ ആവശ്യങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരനായ റിക് വാരൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ഫെയ്ത്ത് ഈസ് ട്രസ്റ്റിംഗ് ഗാഡ് ഈവൻ വെൻ യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹിസ് പ്ലാൻ. നമ്മളുടെ ജീവിതത്തിലെ കല്ലുകൾ എന്തു തന്നെയായാലും ദൈവത്തിൻ്റെ ശക്തിക്ക് മുമ്പിൽ അവയൊന്നും അവസാനമല്ല. കാരണം ദൈവം ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അധികാരമുള്ളവനും ക്രൂശിനെയും മരണത്തെയും അതിജീവിച്ചവനുമായ കർത്താവാണ്. കല്ലറയ്ക്കൽ കാണുന്ന കല്ല് വലുതായിരുന്നു എന്നും അതിൽ റോമൻ മുദ്ര പേറിയിരുന്നു എന്നും സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട്. ഇവ അധികാരം കൊണ്ടും സാമ്രാജ്യ ശക്തി കൊണ്ടും മനുഷ്യ ജീവിതത്തെ പ്രതിരോധത്തിലാക്കുകയും പ്രതീക്ഷ നഷ്ടപ്പെടുത്തുകയും ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളെ സൂചിപ്പിക്കുന്നു. അത്തരം സാഹചര്യങ്ങളിലും ഇടപെടുന്ന ദൈവത്തെയാണ് ഉയർപ്പ് ഞായർ വെളിപ്പെടുത്തുന്നത്. യേശുവിൻ്റെ ഉത്ഥാനം നമ്മളുടെ വിശ്വാസത്തെ കൂടുതൽ ആഴപ്പെടുത്തണം. കല്ല് ഉരുട്ടി മാറ്റിയത് മനുഷ്യശക്തിയാലല്ല, അത് ദൈവത്തിൻ്റെ നിശബ്ദമായ ഇടപെടലായിരുന്നു. അതുപോലെ നമ്മളുടെ ജീവിതത്തിലെ പല അടഞ്ഞ വാതിലുകളും മനുഷ്യർക്ക് അസാധ്യമായി തോന്നാം. എന്നാൽ ദൈവത്തിന് അവിടെയും പുതുവഴി ഒരുക്കുവാൻ സാധിക്കും.
അതുകൊണ്ട് വിശ്വാസം എന്നത് പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം മുന്നോട്ട് നയിക്കുന്നു എന്ന ഉറച്ച ബോധ്യമാണ്. നാം കാണാത്തിടത്തും ദൈവം പ്രവർത്തിക്കുന്നു, നാം സംശയിക്കുന്ന ഇടത്തും ദൈവം വഴി ഒരുക്കുന്നു, നാം അവസാനമെന്ന് കരുതുന്ന ഇടത്തും ദൈവം ഒരു പുതിയ ആരംഭം സൃഷ്ടിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു കേവല സംഭവമല്ല, ഒരു ഉറപ്പാണ്. ദൈവത്തിൻ്റെ പദ്ധതിയെ ഒരിക്കലും തടസ്സപ്പെടുത്താനാവില്ല. ദൈവം ഇന്നും നമുക്ക് മുന്നോടിയായി പ്രവർത്തിക്കുന്നു. 2. ഉയർത്തെഴുന്നേൽപ്പ് മരണത്തിൻ്റെ ശക്തിയെ തകർത്ത വിജയം. റിസറക്ഷൻ ആൻഡ് വിക്ടറി ഓവർ ഡെത്ത്. ദൂതൻ പറഞ്ഞ വാക്കുകൾ: ക്രൂശിക്കപ്പെട്ട നസ്രാനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു, അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മാർക്ക് 16:6. ഇത് ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ പ്രഖ്യാപനമാണ്. മരണം പരാജയപ്പെട്ടു, ദൈവിക ശക്തി വിജയിച്ചു. ജീവന്റെ സാധ്യതകളെ തകർക്കുന്ന എല്ലാറ്റിന്മേലുള്ള വിജയമാണ് ഉയർപ്പ്. ക്രിസ്തുവിൻ്റെ ഉത്ഥാനം മരണത്തെ കൊല്ലുകയും പാതാളത്തെ ജയിക്കുകയും തൻ്റെ സൃഷ്ടിയെ പുതുതാക്കുകയും ചെയ്യുന്ന അനുഭവമായി മാറി. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അർത്ഥം എന്നത് ശരീരത്തിൻ്റെ പുനരുജ്ജീവനം മാത്രമല്ല, ഇത് പുതിയ സൃഷ്ടിയുടെ ആരംഭവും ദൈവത്തിൻ്റെ നീതി, സ്നേഹം, ജീവൻ എന്നിവയുടെ വിജയവുമാണ്. ഇന്ന് ജീവനെ നിഗ്രഹിക്കുന്ന എല്ലാ ശക്തികളോടും ചെറുത്തു നിൽക്കുകയും ജീവന്റെ സംരക്ഷകരായി നാം മാറുകയും ചെയ്യുമ്പോഴാണ് വർത്തമാനകാലത്തെ ഉയർപ്പ് യാഥാർത്ഥ്യമായി മാറുന്നത്. നമ്മുടെ നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും മരണത്തിൻ്റെ ഭയത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ ധൈര്യത്തിലേക്കും പ്രവേശിക്കുവാൻ സാധിക്കും. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: ജീവിതത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ശക്തി എത്ര വലുതായാലും ദൈവത്തിൻ്റെ ജീവശക്തി അതിനേക്കാൾ മഹത്താണ്. അതുകൊണ്ട് വിശ്വാസിയെ ഭരിക്കേണ്ട ചിന്ത നിരാശയുടേതല്ല, പ്രത്യാശയുടേതാണ്. തോൽവിയുടേതല്ല, വിജയത്തിൻ്റേതാണ്. ഇന്നത്തെ ലോകത്തിൽ അനീതിയെയും നാശത്തെയും മരണ സംസ്കാരത്തെയും നാം അഭിമുഖീകരിക്കുമ്പോൾ ഈസ്റ്റർ നമ്മെ ആഹ്വാനം ചെയ്യുന്നത് ഒരു ഉത്തരവാദിത്വത്തിലേക്കാണ്. ജീവനെ സംരക്ഷിക്കുന്നവരായി, പ്രത്യാശ പകരുന്നവരായി, ഇരുട്ടിൽ വെളിച്ചമേകുന്നവരായി നിലനിൽക്കുവാൻ. അങ്ങനെ നാം ജീവിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ ജീവിതത്തിൽ ഒരു ഓർമ്മ മാത്രമല്ല, ഒരു അനുഭവമായി മാറും എന്നതിന് സംശയമില്ല. ആജ്ഞ കൊണ്ടും അധികാരം കൊണ്ടും എല്ലാം കൈക്കലാക്കാമെന്നും എല്ലാവരെയും വരുതിക്ക് നിർത്താമെന്നും കരുതുന്ന വർത്തമാനകാല സാമൂഹ്യ, രാഷ്ട്രീയ, മതമണ്ഡലങ്ങളിൽ ഉയർപ്പ് നൽകുന്നത് പ്രതിരോധത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും അതിജീവനത്തിൻ്റെയും കരുത്താണ്. 3. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കുക. ഫ്രം ഫിയർ ടു വിറ്റ്നസ്. സ്ത്രീകൾ ആദ്യം ഭയപ്പെട്ടു. മാർക്ക് 16:8. എന്നാൽ പിന്നീട് അവർ സുവിശേഷത്തിൻ്റെ പ്രഥമ സാക്ഷികളായി മാറി. ഗലീലയിലേക്ക് പോകുവാനുള്ള ആഹ്വാനമാണ് സ്ത്രീകൾക്ക് ലഭിക്കുന്നത്. നിയോഗം നിരാശിതരുടെ ഇടയിലേക്കാണ് അറിയിക്കേണ്ടത്. പ്രത്യാശയുടെ സന്ദേശവും പ്രതീക്ഷയുടെ വാക്കുകൾ അന്യോന്യം പങ്കുവയ്ക്കുവാൻ ഉയർപ്പ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഉയർത്തെഴുന്നേൽപ്പ് നമ്മെ ദുഃഖത്തിൽ നിന്ന് ദൗത്യത്തിലേക്കും ഭയത്തിൽ നിന്ന് സാക്ഷ്യത്തിലേക്കും മൗനത്തിൽ നിന്ന് പ്രഖ്യാപനങ്ങളിലേക്കും പരിവർത്തിപ്പിക്കണം. The resurrection is not an event of the past. It is a power of the present. ഉത്ഥാനത്തിന് സാക്ഷികളായ ജീവിതം തന്നെ ഒരു സാക്ഷ്യമായിരിക്കണം. പ്രത്യാശയില്ലാത്ത ലോകത്ത് പ്രത്യാശയുടെ ശബ്ദമായി നിൽക്കണം. നീതി, സ്നേഹം, കരുണ എന്നിവ വഴി ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി ലോകത്തെ പ്രദാനം ചെയ്യണം. ഉയർപ്പ് ഒരു ആന്തരിക വിപ്ലവത്തിൻ്റെ കഥയാണ്. ഭയത്തിൽ വിറച്ചിരുന്ന സ്ത്രീകൾ ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിച്ചപ്പോൾ മൗനത്തിൽ നിന്ന് സന്ദേശത്തിലേക്കും ആശങ്കയിൽ നിന്ന് പ്രഖ്യാപനത്തിലേക്കും ഉയർന്നു വന്നു. അവർ കേട്ടത് ഒരു വാർത്ത മാത്രമല്ല, അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ടാണ് അവർ ലോകത്തിൻ്റെ ആദ്യ സാക്ഷികളായി മാറിയത്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാക്ഷികളാകുന്നത് കേവലം വാക്കുകളിലൂടെ മാത്രമല്ല, ജീവിതത്തിലൂടെയാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയും, ഓരോ തീരുമാനവും, ഓരോ ബന്ധവും ജീവിതം തന്നെ ഒരു സാക്ഷ്യമായി മാറണം. പ്രത്യാശ നഷ്ടപ്പെട്ട ലോകത്തിൽ പ്രത്യാശയുടെ ശബ്ദമായി നിൽക്കുക. അനീതിയുടെ ഇടയിൽ നീതിയുടെ പാത പിന്തുടരുക. സ്നേഹമില്ലാത്തടത്ത് സ്നേഹം പകരുക. ഇതെല്ലാം ഉയർപ്പിൻ്റെ സാക്ഷ്യ അനുഭവങ്ങളാണ്. അങ്ങനെ ഭയത്തിൽ നിന്ന് സാക്ഷ്യത്തിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ
ഉയർത്തെഴുന്നേൽപ്പ് സമകാലിക ജീവിതത്തിൽ പകരപ്പെടുന്ന ദൈവശക്തിയായി നമ്മിൽ വെളിപ്പെടും. അതുകൊണ്ട് ഈസ്റ്റർ ഒരു ആഘോഷം മാത്രമല്ല, ഒരു ആഹ്വാനമാണ്. നിർജീവ അവസ്ഥയിൽ നിന്ന് സജീവതയിലേക്ക് കടക്കുവാൻ, ഭയങ്ങളെ മറികടക്കുവാൻ, മൗനത്തെ സാക്ഷ്യമാക്കുവാൻ, ജീവിതത്തെ ഒരു പുതിയ ദിശയിൽ നയിക്കുവാൻ ഉയർപ്പ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അതിനായി നമ്മെ ദൈവകരങ്ങളിൽ അർപ്പിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ ആശംസകൾ.